നൂറിനടുത്തുള്ള സംഖ്യകളുടെ സ്ക്വയർ എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാമെന്ന് നോക്കാം മക്കളെ. വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇവിടെ 102 എന്ന് പറയുന്ന സംഖ്യയുടെ സ്ക്വയർ നിങ്ങൾ ഈ അവസാനത്തെ രണ്ടക്കം, അതായത് 100-നേക്കാൾ എത്ര കൂടുതലാണ്? 2 കൂടുതലാണ്. അപ്പം നിങ്ങൾ 2ന്റെ ഇരട്ടി എടുക്കുക 4, എന്നിട്ട് അത് 100ന്റെ കൂടെ കൂട്ടി എഴുതുക 104. എന്നിട്ട് ഈ 2ന്റെ സ്ക്വയർ ഇല്ലേ, 2ന്റെ സ്ക്വയർ എത്ര? 4. 2 ഡിജിറ്റ് ആക്കി വേണം എഴുതാൻ. അപ്പോൾ 04 എന്ന് എഴുതുക, അത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തത് 104ന്റെ സ്ക്വയർ എങ്ങനെ ആയിരിക്കും? 100-നേക്കാൾ എത്ര കൂടുതലാ? 4 കൂടുതലാ. അപ്പം 4ന്റെ ഇരട്ടി 8, എത്ര കിട്ടും? 108. പിന്നെ 4 എത്ര കൂടുതലാ? 4. 4ന്റെ സ്ക്വയർ എത്ര? 16. ഓക്കെ. അപ്പോൾ 112ന്റെ സ്ക്വയർ എങ്ങനെ എഴുതും? 100-നേക്കാൾ എത്ര കൂടുതലാ? 12. 12ന്റെ ഇരട്ടി എത്ര? 24. അപ്പോൾ നമ്മൾ ആദ്യം 124 എന്ന് എഴുതും. പിന്നെ 12 അല്ലേ കൂടുതൽ? 12ന്റെ സ്ക്വയർ എത്ര? 144. ഞാൻ പറഞ്ഞു 2 ഡിജിറ്റ് ആക്കി വേണം എഴുതാൻ. അപ്പോൾ എങ്ങനെ എഴുതും? ഇങ്ങനെ 144 എന്ന് എഴുതണം. അതായത് ഒന്ന് ക്യാരി ഫോർവേഡ് ചെയ്യണം ഇപ്പുറത്തോട്ട്. അപ്പോൾ ഇവിടെ 1, 2, ഈ 4 ഒന്നുകൂടെ കൂട്ടി 5, 4, 4. സോ 125, 4, 4. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 97ന്റെ സ്ക്വയർ എത്ര ആയിരിക്കും? 97 എന്ന് പറയുന്നത് 100-നേക്കാൾ 3 കുറവാണ്. അപ്പോൾ 3ന്റെ ഇരട്ടി എത്ര? 6. 100ൽ നിന്ന് അത് കുറയ്ക്കുക. അപ്പം 100 എന്ന് പറയുമ്പോൾ 97 എന്ന് പറയുമ്പോൾ 100-നേക്കാൾ 3 കുറവാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആ 3ന്റെ ഇരട്ടി എടുക്കുക 6, അത് 100ൽ നിന്ന് കുറയ്ക്കുക. 100ൽ നിന്ന് 6 കുറച്ചാൽ എത്ര കിട്ടും? 94. ഇനി 3 അല്ലേ നമുക്കവിടെ വ്യത്യാസം വന്നത്? 100-നേക്കാൾ 3 അല്ലേ കുറവ്? അപ്പോൾ 3ന്റെ സ്ക്വയർ 2 ഡിജിറ്റ് ആക്കി എഴുതുക 09. അപ്പോൾ 92 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 100-നേക്കാൾ എത്ര കുറവാണ്? 8 കുറവാണ് അല്ലേ? അപ്പോൾ 8ന്റെ ഇരട്ടി 16. 100ൽ നിന്ന് 16 കുറച്ചാൽ എത്ര കിട്ടും? 84. 2ന്റെ സ്ക്വയർ എത്രയാണ്? 2ന്റെ അല്ല, 8 അല്ലേ കുറവ് വന്നത്? 92 എന്ന് പറയുമ്പോൾ 100-നേക്കാൾ 8 കുറവ്. 8ന്റെ സ്ക്വയർ എത്ര? 64. കണ്ടോ? അപ്പോൾ 93ന്റെ എങ്ങനെ ആയിരിക്കും? 100-നേക്കാൾ എത്ര കുറവ്? 7 കുറവ്. 7ന്റെ ഇരട്ടി എത്ര? 14. 100ൽ നിന്ന് 14 കുറച്ചാൽ എത്ര കിട്ടും? 86 അല്ലേ? ഇനി 7ന്റെ സ്ക്വയർ എത്ര? 49. കണ്ടോ? അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ 100-നടുത്തുള്ള സംഖ്യകളുടെ സ്ക്വയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതേപോലെ ഇവിടെ കുറച്ച് നമ്പേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് കമൻറ്റ് ചെയ്യുക കേട്ടോ.